ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അൻസിബയെക്കുറിച്ചാണ്. ലേറ്റസ്റ്റ് ആയിട്ട് അൻസിബ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ അമ്മയിലെ മറ്റ് അംഗങ്ങളും കൂടെ ചേർന്നിട്ട് ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രസ് മീറ്റിൽ ശ്വേതാ മേനോനെതിരെയും അതുപോലെ തന്നെ ലക്ഷ്മിപ്രിയയ്ക്കെതിരെ അതുപോലെ തന്നെ ടിനി ടോമിനെതിരെയൊക്കെ ഇവർ ഈ പ്രസ് മീറ്റിൽ കുറേയധികം കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നതാണ്. അതുപോലെ തന്നെ കേരള പോലീസിനെതിരെ അൻസിബ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അത് ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, എന്നിട്ട് ഹൈപ്പും ചെയ്തേക്കുക. എന്നാൽ മാത്രമേ കൂടുതൽ പേരിലേക്ക് എത്തത്തുള്ളൂ. സോ ഈ ഒരു വിഷയം നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. എന്തൊക്കെയാണ് അൻസിബ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതെന്നുള്ളൊരു കാര്യം ഫസ്റ്റ് ഉണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് എടുക്കാം. അൻസിബയും ടിനി ടോമും തമ്മിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഈ താരസംഘടനയിലുണ്ടെങ്കിൽ എന്തൊരു ഫംഗ്ഷൻ പോലെ നടത്താനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി സ്പോൺസേഴ്സിനെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ സ്പോൺസേഴ്സിനെയൊക്കെ തപ്പി നടക്കുന്ന സമയത്ത് ഈ ഒരു ടിനി ടോം കൊണ്ടുവന്ന ഒരു സ്പോൺസറാണ് ഏതോ ഒരു അമ്പലത്തിൽ അവർ കമ്മിറ്റിക്കാരെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. കൊണ്ടുവന്നിട്ട് അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇവർ സ്പോൺസർ ചെയ്യും, എത്രയോ ലക്ഷത്തിനടുത്ത് ഇതിന് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്യും എന്നുള്ളൊരു കാര്യമൊക്കെ ടിനി ടോം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തിൽ കുറേയധികം പേര് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അക്സെപ്റ്റ് ചെയ്യാത്ത ഒരേ ഒരാളെന്ന് പറയുന്നത് ഈ ഒരു അൻസിബ മാത്രമായിരുന്നു. അൻസിബ എടുത്ത് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അൻസിബ ഇതിനെ എതിർത്ത് ഈ ഒരു അമ്പലക്കാരനും കമ്മിറ്റിക്കാരനും ഇതിൽ പ്രൊമോഷൻ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇതിന് പൈസ ഇടേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ ടിനി ടോമിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ തന്നെ മറ്റ് ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി അൻസിബ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം അൻസിബയ്ക്കെതിരെ കുറേയധികം പ്രശ്നങ്ങൾ ആ ഒരു അമ്മയിൽ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് അൻസിബയെ പറ്റി അനാവശ്യങ്ങൾ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുക എന്നുള്ളതാണ് അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. താനുണ്ടെങ്കിൽ മറ്റാരോ ഒരു സീനിയറായിട്ടുള്ള നടനുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ അവിടെയുള്ള കുറേയധികം മെമ്പേഴ്സിൻ്റെ അടുത്ത് ഈ ഒരു ടിനി ടോം പറഞ്ഞു എന്നുള്ളതും, അതുപോലെ തന്നെ ഭയങ്കര അപമാനിക്കുന്ന രീതിയിലാണ് തൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് എന്നും, തന്നെ ജിഹാദി എന്ന് വിളിച്ചു, അതുപോലെ തന്നെ ടിനി ടോമിൻ്റെ ഡ്രൈവറിനെ മതം മാറ്റാൻ താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം ആരോപണങ്ങൾ ഈ ഒരു ടിനി ടോം വെച്ചിട്ടുണ്ടായിരുന്നു. അത് മറ്റ് ചില മെമ്പേഴ്സിൻ്റെ അടുത്ത് ഇതേ കണക്ക് ഓരോന്ന് പറയുന്നത് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അൻസിബ എടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുവഴിയാണ് താൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് എന്നുള്ളതും, അതിനുശേഷം ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി പ്രതികരിക്കാം എന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും അതിനുശേഷം ഈ ഒരു ടിനി ടോം ഇതേ കണക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ തനിക്കെതിരെ ഇങ്ങനെ ആരോപണങ്ങളും അതുപോലെ തന്നെ കുറേയധികം മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്നുണ്ടെങ്കിൽ ലക്ഷ്മിപ്രിയ തനിക്കെതിരെ ഒരു കേസും കാര്യങ്ങളുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞത് ഇതേ കണക്ക് അൻസിബ എനിക്ക് എന്തോ മെസ്സേജ് അയച്ചു, ആ മെസ്സേജ് എൻ്റെ ഭർത്താവ് കണ്ടിട്ട് ഭയങ്കരമായിട്ട് മോശമായിട്ട് വിചാരിച്ചു, അങ്ങനെ എൻ്റെ ഭർത്താവുമായിട്ട് പിരിയാൻ വരെയുള്ള അവസ്ഥ വരെ ഉണ്ടായി എന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു ലക്ഷ്മിപ്രിയയെ പറഞ്ഞുകൊണ്ടിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അൻസിബയെ പോലീസ് സ്റ്റേഷനിൽ SI വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യനിങ്ങും ഒക്കെ ചെയ്തു. ഒരു തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല, വെറുതെ ക്വസ്റ്റ്യൻ ചെയ്തു. അവിടെ വെച്ചിട്ട് കുറേയധികം പേപ്പറിൽ എഴുതിയൊക്കെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞാനുണ്ടെങ്കിൽ ഇനി ഇങ്ങനെയൊന്നും പോയില്ല, അല്ലെങ്കിൽ ഇതുപോലത്തുള്ള കംപ്ലൈൻറ്റും കാര്യങ്ങളുമായിട്ടൊക്കെ പോയില്ല എന്നൊക്കെ എഴുതി വാങ്ങിച്ചു. അതും ജസ്റ്റ് ഏതോ ഒരു ഒന്നുമില്ലാത്ത എന്തോ മെസ്സേജിൻ്റെ പേരിലാണ് ഇതേ കണക്ക് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളൊക്കെ കണ്ട് മാധ്യമങ്ങളെല്ലാം ഇത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ ടിനി ടോമിൻ്റെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം നടക്കുകയാണ്. ആ സമയത്താണ് ലക്ഷ്മിപ്രിയ തനിക്കെതിരെ ഈ പരാതി കൊടുക്കുന്നത്. മാധ്യമങ്ങൾ ഇതെല്ലാം ഫുള്ള് ഏറ്റെടുത്തതിന് ശേഷം ടിനി ടോമിനെതിരെ എല്ലാവരും സംസാരമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ടിനി ടോം വന്ന് പറഞ്ഞൊരു കാര്യം, ഞാൻ കള്ളം പറയുകയാണ്, എൻ്റെ പിറകിൽ ആരൊക്കെയുണ്ട്, അതുകൊണ്ടാണ് എനിക്കെതിരെ വന്ന് സംസാരിക്കുന്നതെന്നൊക്കെയാണ് ടിനി ടോം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനുണ്ടെങ്കിൽ ഈ ഒരു ശ്വേതാ മേനോൻ്റെ കയ്യിലുണ്ടെങ്കിൽ ടിനി ടോം ഇതേ കണക്ക് എന്നെപ്പറ്റി അനാവശ്യങ്ങൾ പറയുന്നു, അതുപോലെ തന്നെ കുറേയധികം കാര്യങ്ങൾ എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതെല്ലാം, പിന്നെ ജിഹാദി എന്നൊക്കെ വിളിക്കുന്നു, ഇതെല്ലാം ഞാൻ പരാതിയായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ശ്വേതാ മേനോൻ ഇതിനെതിരെ ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ഈ ഒരു അമ്മയെന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കിതേ കണക്കൊരു ബുദ്ധിമുട്ട്, അതും ഒരു മെയിൽ അംഗത്തിൽ നിന്നുണ്ടായ സമയത്ത് ഞാനത് ആദ്യമേ പറഞ്ഞത് ഇതിൻ്റെ പ്രസിഡൻ്റ് അടുത്താണ്. പക്ഷേ പ്രസിഡൻ്റ് ആണെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കുകയോ ആ ഒരു വ്യക്തിയെ മാറ്റി നിർത്തി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിന് ഈ ഒരു ടിനി ടോമിന് സപ്പോർട്ടായിട്ടാണ് ശ്വേതാ മേനോൻ നിന്നിട്ടുണ്ടായിരുന്നത്, ചേർത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സ്ത്രീകൾക്ക് വേണ്ടി കൂടിയാണല്ലോ ഈ ഒരു അമ്മ, പിന്നെ എന്താണ് ഇങ്ങനെ പ്രതികരിച്ചതെന്ന് മനസ്സിലായില്ല. അതിന് ശേഷമാണ് ഞാൻ രാജിവെച്ചതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇതെല്ലാം മൊത്തത്തിൽ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു
ലക്ഷ്മിപ്രിയ ബാക്കിയുള്ളവർക്ക് സപ്പോർട്ടായിട്ട് സംസാരിച്ച് എനിക്കെതിരെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് ഓരോ ഇൻ്റർവ്യൂവിൽ ചെന്ന് പല കള്ളത്തരങ്ങളും എനിക്കെതിരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഞാനുണ്ടെങ്കിൽ ഏതോ ഒരു വ്യക്തിയായിട്ട് ബന്ധത്തിലാണ്, ആ ഒരു വ്യക്തിയെ ഹോട്ടൽ റൂമിൽ വിളിച്ചു വരുത്തി, അതേ കണക്ക് അവർ ഏതോ ഹോട്ടലിൽ നിന്ന് ഞങ്ങളെ പൊക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം അനാവശ്യ കാര്യങ്ങൾ ഇൻ്റർവ്യൂവിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓരോ ക്ലിപ്സും കാര്യങ്ങളും സ്വന്തം ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോഷൻ പോലെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ അതിനെതിരെ കംപ്ലയിൻ്റ് ആയിട്ട് ലക്ഷ്മിപ്രിയക്കെതിരെ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കേരള പോലീസ്, അതായത് എറണാകുളത്തുള്ള പോലീസ് ഉണ്ടെങ്കിൽ അത് കേസോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. ചോദിച്ച സമയത്ത് അതിന് കാര്യമായിട്ടുള്ള തെളിവില്ലല്ലോ, അതിനൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് ഞങ്ങൾ എടുക്കാം, ഉടനെ തന്നെ FIR ഒന്നും ഇടാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പോലീസ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എനിക്കെതിരെ ലക്ഷ്മിപ്രിയ ഒരു മെസ്സേജ് കാണിച്ച ഉടനെ തന്നെ പെട്ടെന്ന് FIR ഒക്കെ ഇടാൻ പോകുന്നു, എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ലക്ഷ്മിപ്രിയക്കൊക്കെ ഇതിന് മാത്രം എന്ത് സ്വാധീനമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഞാൻ ടിനി ടോമിനെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് എന്നെ ജിഹാദി എന്ന് വിളിച്ചു, അതുപോലെ തന്നെ ഒരു ആക്ടറുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ അനാവശ്യമായിട്ട് ഓരോന്ന് പറഞ്ഞു പരത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയ സമയത്ത് അതും എടുക്കുന്നില്ല. അതെല്ലാം അന്വേഷിച്ചിട്ട് മാത്രമേ FIR ഇടൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവരൊക്കെ കൊടുക്കുന്നത് അപ്പം തന്നെ ആക്ഷൻ എടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചു വരുത്തുന്നു, എന്നെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു. ഇവർക്ക് ഈ ഒരു പവർ എന്ന് പറയുമ്പോൾ അപ്പം സാധാരണ ആൾക്കാർ ഇതേ കണക്കൊരു കംപ്ലയിൻ്റ് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ എന്തുമാത്രം ബുദ്ധിമുട്ടിക്കുക എന്നുള്ള കാര്യം മനസ്സിലായി. ഞാനുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുമ്പോൾ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയുണ്ടെങ്കിൽ ഫോൺ കണ്ടുപിടിച്ചിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. കുറേയധികം പ്രാവശ്യം വിളിച്ചിട്ടാണ് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഇതേ കണക്ക് പരാതി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അദ്ദേഹം ചോദിച്ചപ്പോൾ കംപ്ലയിൻറ്റ് എടുത്തില്ല അല്ലേ, ഞാനുണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ചിട്ട് വിളിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അദ്ദേഹം വിളിച്ച ആ ഒരു പോലീസിനെയൊക്കെ സംസാരിച്ചതിന് ശേഷം പോലീസ് ഉണ്ടെങ്കിൽ തന്നെ വിളിച്ചിട്ട് ഇതേ കണക്ക് ഈ ഒരു എൻക്വയറിയും കാര്യങ്ങളൊക്കെ നടത്തും, അതിന് ശേഷം FIR ഇടാമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ട സമയത്താണ് എനിക്ക് തോന്നിയത്, ഇപ്പം ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ട് പോലും ഇതേ കണക്ക് പോലീസ് ഒരു FIR ഇടാൻ മടിക്കുന്നുണ്ടെങ്കിൽ എന്താണ് കാരണമെന്ന് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ കമ്മീഷണർ ലേറ്റസ്റ്റായിട്ട് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനും ഈ ഒരു ടിനി ടോമും തമ്മിലുള്ള പ്രശ്നങ്ങൾ അമ്മയിൽ സാധാ രീതിയിലുള്ള ഒരു പ്രശ്നമാണ്, അതൊക്കെ അവർ പറഞ്ഞ് സംസാരിച്ച് തീർത്തോളും എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന കേട്ടു. എന്തടിസ്ഥാനത്തിലാണ് അതേ കണക്ക് കമ്മീഷണർ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതങ്ങനെ അമ്മയിൽ പരിഹരിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല, ഞങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിട്ട് അത് നടക്കത്തുമില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പോലീസുടെ കാര്യത്തിൽ ഒന്ന് ഇടപെടണം എന്നുള്ള രീതിയിൽ ആഭ്യന്തരമന്ത്രിക്കൊക്കെയാണ് ഒരു റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അൻസിബ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു ശ്വേതാമേനോൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പരാതിയും ഒക്കെ ഇവർക്കെതിരെ കൊടുത്തിട്ട് പോലും അതിനെതിരെ ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അതിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു തനിക്കെതിരെ. അതുകൊണ്ട് തന്നെ ഈ ഒരു ശ്വേതയ്ക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലും അൻസിബ പറയുന്നുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ശ്വേതാമേനോൻ അവിടെ നടത്തിയ കുറേയധികം കള്ളങ്ങളാണ് എന്നുള്ള രീതിയിലാണ് അവിടുത്തെ അംഗങ്ങളും അതുപോലെ തന്നെ അൻസിബയും പറയുന്നത്. മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഏതോ അദാനിയൊക്കെ കൊണ്ടുവരാം, അവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്, എത്രയോ രൂപ 1 കോടിയോളം രൂപയുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ് എന്നുള്ള രീതിയിൽ ശ്വേത ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം 75 ലക്ഷം എത്രയോ മാത്രമേ കിട്ടിയോളൂ എന്നുള്ള രീതിയിലും പറയുന്നുണ്ടായിരുന്നു. ബാക്കി 20-25 ലക്ഷം രൂപ എവിടെ പോയി എന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് ഇതേ കണക്ക് ശ്വേത എടുത്തു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഞങ്ങൾ അംഗങ്ങൾ മനസ്സിലാക്കുകയും, അല്ലെങ്കിൽ അതിലൊരു ഡൗട്ട് എടുത്തോ എന്നുള്ളൊരു കാര്യത്തിൽ ഡൗട്ടുണ്ട്, അതിനെ ചോദ്യം ചെയ്യാനൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇതേ കണക്ക് കമ്മിറ്റിയൊക്കെ വിളിച്ചിട്ട് അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ശ്വേത എടുത്ത് ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ പണം എന്ത് ചെയ്യും, അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു അമ്മയിൽ തന്നെ ഉണ്ടെങ്കിൽ ഒരു പദ്ധതിയുണ്ട്, ഇത് കണക്ക് വയസ്സായിട്ടുള്ള ആക്ടേഴ്സ് അവർക്കൊക്കെ ഉണ്ടെങ്കിൽ മരുന്നും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലൊരു പദ്ധതിയുണ്ട്. അപ്പോൾ അതിലാദ്യമേ നിന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു അൻസിബയായിരുന്നു. എല്ലാവർക്കും കറക്റ്റായിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ ചെല്ലുമായിരുന്നു. അങ്ങനെ പുതിയ പ്രസിഡൻറ്റ് വന്നതിന് ശേഷം ഈ സമയത്ത് ഈ ഒരു കോൺട്രാക്റ്റും കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്ന് വേറൊരു കോൺട്രാക്റ്റിലേക്ക്, ഈ ഒരു മെഡിക്കൽ ആൾക്കാരിലേക്ക് അവർ കോൺട്രാക്റ്റ് കൊടുക്കുകയും അതും പല സ്ഥലത്തേക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് മരുന്നൊക്കെ ചെല്ലാതാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം തന്നെ വിളിക്കുമായിരുന്നു, മരുന്ന് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത്. പക്ഷേ പുതിയ അംഗത്വം ആയതിന് ശേഷം, പുതിയ പ്രസിഡൻ്റ് ആയതിന് ശേഷം തന്നെ ആ ഒരു മെഡിക്കൽ സ്ഥാനത്തിൻ്റെ ആ ഒരു പൊസിഷനിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. വേറെ ഒരാളെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഒരു ഡോക്ടർ ആയതുകൊണ്ട് പിന്നെ നമ്മളതിൽ അന്വേഷിക്കേണ്ട എന്ന് വെച്ചു. പക്ഷേ ഇതേ കണക്ക് ഇതിലൊക്കെ കുറേയധികം തിരിമറി നടന്നിട്ടുണ്ടെന്നും കുറേയധികം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഈ ഒരു അമ്മയിലേക്ക് വന്നതിൽ നിന്നും ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ തോന്നിയ സമയത്താണ് ഞങ്ങളിതെല്ലാവരും ചർച്ച ചെയ്യുകയും അതിനെതിരെ സംസാരിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ അതിനെപ്പറ്റി ചോദ്യം ചെയ്ത സമയത്ത്, ആ ഒരു മീറ്റിങ്ങിൽ ചോദ്യം ചെയ്തപ്പോൾ ശ്വേതാ മേനോൻ ഇതിനെപ്പറ്റി ഒന്നും തന്നെ പറയാതെ
ഉടനെ തന്നെ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് രാജിവെക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ രാജിവെക്കുന്നതിന് മുമ്പ് ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ മെമ്പേഴ്സിന് കൊടുത്ത ഇതിലൊന്നും വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ ഇതേ കണക്ക് എല്ലാവരും കൂട്ടമായിട്ട് ചോദ്യം ചെയ്തതാണ് അവർക്ക് പ്രശ്നമായത്. പക്ഷേ അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചാലല്ലേ, അവർ പറഞ്ഞാലല്ലേ അറിയാൻ പറ്റുമോ എന്നുള്ളത് അൻസിബ പറയുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ കുറേയധികം അംഗങ്ങളുണ്ടെങ്കിൽ ശ്വേതാ മേനോൻ്റെ കൂടെ രാജിവെച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിലൊരാൾ കൂടിയാണ് മല്ലിക സുകുമാരൻ. ലേറ്റസ്റ്റ് ആയിട്ട് മല്ലിക സുകുമാരൻ്റെ ഒരു വോയിസൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് കുറേയധികം ഓൺലൈൻ മീഡിയസ് കാര്യങ്ങൾ അറിയാതെ കുറേയധികം കാര്യങ്ങൾ ഉണ്ടാക്കി വിടുന്നുണ്ട്. മെയിനായിട്ട് ഇപ്പം ശ്വേതയൊക്കെ ഉണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് കുറേയധികം പേര് പറയുന്നുണ്ട്. എന്തറിഞ്ഞിട്ടാണ് ഇവർ സംസാരിക്കുന്നതെന്ന് അറിയത്തില്ല. സീനിയേഴ്സായിട്ടുള്ള ആക്ടേഴ്സിനെതിരെയൊക്കെ ഓരോ ആരോപണങ്ങളാണ് ഇതേ കണക്ക് വെക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഈ ഒരു മല്ലിക സുകുമാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പിഷാരടി വന്നിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. മാധ്യമങ്ങളെയൊക്കെ കണ്ടിട്ട് ഇതെല്ലാം സോൾവ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ശ്വേതാ മേനോനും പിഷാരടിയും തമ്മിൽ സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പിഷാരടി ശ്വേതയെടുത്ത് പറയുന്ന ഒരു കാര്യം, ഇതേ കണക്ക് രാജിവെച്ച് പോവുക എന്നൊക്കെ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്, അതൊക്കെ ശരിയാക്കി ഇവിടെ നിൽക്കുകയല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്ന സമയത്ത് ശ്വേത പറയുന്നുണ്ട്, അവിടെ ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് അനുഭവിച്ചത്. ഓരോരുത്തർ എന്നെ ആവശ്യമില്ലാത്തത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കണമെന്നാണോ പറയുന്നത് എന്നുള്ള കാര്യമാണ്. ഞാനുണ്ടെങ്കിൽ ഈ തലപ്പത്ത് വന്ന് ആർക്കും ഇഷ്ടമല്ല എന്നുള്ള രീതിയിലും ശ്വേത പറയുന്നുണ്ട്. ആ സമയത്ത് പിഷാരടി പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറയാനുള്ള അവസരം ഞങ്ങൾ തരുന്നതായിരിക്കും. എല്ലാവരെയും മുമ്പിൽ വെച്ച് നിങ്ങൾക്ക് സംസാരിക്കാം, അതുപോലെ തന്നെ അവർക്കും അത് സംസാരിക്കാം. എന്നിട്ടുണ്ടെങ്കിൽ ഇത് രാജിവെക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ ഇതിലേക്ക് ഈ ഒരു പൊസിഷനിലേക്ക് തിരിച്ചു വന്ന് അത് ഏറ്റെടുത്ത് എല്ലാം കൃത്യമായിട്ട് നടക്കണം. ഇനിയിപ്പോൾ ഒരു ഇലക്ഷനും കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോകുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ശ്വേതാ മേനോൻ പറയുന്നുണ്ട്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇലക്ഷനായിട്ട് പോകുന്നെങ്കിൽ പോകാം, പക്ഷേ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിക്കും, അതിലൊരു ഡൗട്ടും ഇല്ല. കുറേയധികം പേര് വന്നിട്ട് ഇല്ലാത്ത ഓരോ ആരോപണങ്ങൾ എനിക്കെതിരെ വെക്കുന്നുണ്ട്. ഇവരൊന്നും കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത്. പക്ഷേ എല്ലാവർക്കും ഞാൻ സത്യാവസ്ഥ തുറന്നു പറയും, എൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ പോരാടുകയാണ്. പിന്നെ ഉണ്ടെങ്കിൽ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാൻ വരുന്നതായിരിക്കും. ഇലക്ഷൻ്റെ ഒന്നും ഇപ്പം തൽക്കാലത്ത് തന്നെ പുതിയൊരു ഇലക്ഷനും കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ട. എന്തായാലും ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിക്കും, എന്നിട്ട് ഞാൻ ഒരു പൊസിഷനിൽ ഇരിക്കും എന്നുള്ളൊരു കാര്യം കൂടിയാണ് ശ്വേതാ മേനോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.